സാബുമോൻ അബ്ദുൽ സമദ്, ബിഗ് ബോസ് സാബു, തരികിട സാബു എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സാബുമോൻ ആറാട്ടണ്ണന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ലാതെ അയാൾ എവിടെയോ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ആറാട്ടണ്ണനെ വെല്ലുവിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആറാട്ടണ്ണനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊന്ന് ആദ്യം നമുക്ക് കേൾക്കാം, എന്നിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. വീഡിയോ ക്ലിപ്പ് കണ്ടേ, നന്ദു ചേട്ടനില്ലേ, പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെയൊക്കെയാണ്. ആ പുള്ളിയുടെ തന്നെ കൈ കൊടുത്തിട്ട് പോകുന്നേരം പുള്ളിയുടെ തോളിൽ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോൾ ചോദിച്ചു, നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു അവൻ്റെ. അപ്പോൾ നന്ദു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ വല്ലതും അത് ചെയ്തിട്ട് വേണം ഇനി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നവന്മാരെല്ലാം കൂടെ എന്നെ തെറി വിളിച്ച് കൊല്ല, എടാ അത് വേറൊരു ലോകമാടാ, ഞാൻ എന്തോ ചെയ്യാന് എന്ന് ചോദിച്ചു. ഹൂയിസി എൻ്റെ വല്ലതും പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചുള്ള ഞാൻ. അവൻ എന്ത് അധികാരമാണുള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ? നിങ്ങൾ കുറെ പേര് ചേർന്നിട്ട് ഏതോ ഒരു ഊളൻ, ഈസ് മെന്റലി അൺസ്റ്റേബിൾ. ഇപ്പൊ ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്, എന്നിട്ട് അയാള് ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്ത് കടന്നിട്ട് അയാളുടെ തോളി തട്ടിയിട്ട് പോവുകയാണ്. അത് നന്ദു ചേട്ടൻ സഹിക്കണം എന്ന് പറഞ്ഞാൽ നന്ദു ചേട്ടന്റെ ടെൻഷൻ ഇതാണ്, എടാ ഞാൻ ഇനി വല്ലതും തിരിഞ്ഞ് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഇതാ പറയും. കാരണം എന്നിട്ട് പുള്ളി അവനെന്തോ തിരിഞ്ഞെന്ന് പറയുന്നുണ്ട്, ഇവരൊക്കെ മറ്റേ തിരുവനന്തപുരം മാഫിയയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നന്ദു ചേട്ടന് എന്തായാലും സാബുമോൻ അബ്ദുൽ സമദ്, ബിഗ് ബോസ് സാബു അല്ല തരികിട സാബു എന്ന് തന്നെ പറയണം. സാബുവും വന്ന വഴിയൊക്കെ മറന്നു പോയിട്ടായിരിക്കാം ആറാട്ടണ്ണനെ എന്തായാലും ഇത്രയൊക്കെ അധിക്ഷേപിച്ചിരിക്കുന്നത്. സാബുവിന് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അയാൾ മെന്റലി അൺസ്റ്റേബിൾ ആണ് എന്ന്. ഈ മെന്റലി അൺസ്റ്റേബിൾ ആയ ഒരാൾ നമ്മളെ കൊണ്ട് കൈ കൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ എന്ത് ചെയ്യും? നമ്മൾ അവരെ മർദ്ദിക്കുമോ? ഇല്ല. നമുക്കറിയാം അവർക്ക് വയ്യ എന്നറിയാമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നമ്മളെക്കാളും എന്തെങ്കിലുമൊക്കെ ചെറിയ കഴിവുകളുള്ളവരാണ് എന്നറിയാമെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ മർദ്ദിക്കില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ റോങ് ആണ്. പിന്നെ ഒരാൾ വന്ന് ദേഹത്ത് കൈ കൊണ്ടൊന്ന് തോണ്ടി, അത് ടച്ച് ചെയ്യുമൊന്നുമല്ല, അടിക്കുമൊന്നുമല്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് തോണ്ടി വിളിച്ചിട്ട് കേൾക്കാവുന്ന രീതിയിൽ. ഇപ്പം ഞാനിപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്, എന്നെ വന്നൊരാൾ തോണ്ടിയാൽ ഞാനതിൽ പ്രകോപിതനാകേണ്ട കാര്യമൊന്നുമില്ല. ഞാനത് രാജാവും. ഇവിടെ ഇപ്പോഴും ഐക്യം നിലനിൽക്കുന്ന ഒരു നാട് വല്ലതുമാണോ, അല്ലെങ്കിൽ മറ്റേ തൊട്ടുകൂടായ്മ നിലനിൽക്കുന്ന നാട് വല്ലതുമാണോ ഈ നാട്? പിന്നെ വേറൊരു കാര്യം ഇയാൾ പറയുന്നത്, മറ്റേ ആൾക്കാരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറരുതെന്ന്. ആരാ പറയുന്നേ? തരികിട സാബു. എങ്ങനെ ഈ തരികിട എന്നുള്ള പേര് വന്നതെന്ന് ചിലപ്പോൾ സാബു മറന്നുപോയി കാണും. പണ്ട് സൂര്യ ടി വിയിൽ തരികിട എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ പരിപാടിക്കകത്ത് ഈ ക്യാമറ ഒളിച്ചു വെച്ച ശേഷം ആൾക്കാരുടെ ഇടയിലേക്ക് അടിച്ചു കയറി അവരെ പറ്റിച്ച്, അവരുടെ സ്വകാര്യത്തിലേക്ക് കയറി അവരെ മാക്സിമം ഡിസ്റ്റർബ് ചെയ്ത് അവരെ പ്രകോപിപ്പിച്ച് സീൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി. ആ പരിപാടി നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഈ തരികിട സാബു എന്ന് പറയുന്ന സാബുമോൻ അബ്ദുൽ സമദ്. ഈ സാബുമോൻ അബ്ദുൽ സമദാണ് ഇന്ന് പ്രൈവസിയെ പറ്റിയും, അല്ലെങ്കിൽ മറ്റേ സ്വകാര്യതയെ പറ്റിയും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കയറരുതെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത്. സാബുമോൻ ഇന്നല്ലേ ബിഗ് ബോസ് സാബു ആയേ, അല്ലെങ്കിൽ സാബു ബിഗ് ബോസ് ആയത് ഈ പറഞ്ഞ നാളുകൾക്ക് ഇടയിലില്ലേ? സാബുവൻ പഴയ തരികിട സാബു തന്നെയാണ്. അപ്പോൾ ഈ ഉള്ളിലെ ഫ്രോഡ് പരിപാടി ഇടയ്ക്ക് വരും. ശരിക്കും മാന്യം കളിക്കാനായിട്ടൊക്കെ പറയുന്നതായിരിക്കും. എനിക്ക് ഈ ചോദ്യം കണ്ടിട്ട് തന്നെ പറഞ്ഞു ചോദിപ്പിച്ചതായിട്ട് എനിക്ക് എന്തായാലും തോന്നിയിട്ടുണ്ട്. ആറാട്ടണ്ണന് ക്ലാസ് എടുക്കുന്ന സാബുവൻ അത് അൺസ്റ്റേബിൾ ആണെന്നറിയാം. മെന്റലി അയാൾ അൺസ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ അയാൾ ഓക്കെ അല്ല എന്നറിയാം. എന്നിട്ടാണ് തൊടുന്നത്. സിനിമാടന്മാരെന്നെ രാജാക്കന്മാരാണോ? സാബുവൻ അബ്ദുൽ സമദ് രാജാക്കന്മാരാണോ? ഇപ്പം എൻ്റെ ദേഹത്തോടാണ് ടച്ച് ചെയ്യുക, അത് ഇങ്ങനെയൊക്കെ അടിക്കുകയാണ്, നമ്മൾ റെസ്പോണ്ട് ചെയ്യും. നേരെ വന്ന് അജു എന്ന് പറഞ്ഞ് തോണ്ടുകയാണെങ്കിൽ ഞാനൊരിക്കലും ചെയ്യില്ല. അതൊരു മര്യാദയാണ്, പ്രത്യേകിച്ച് മെന്റലി ഒരാൾ അൺസ്റ്റേബിൾ ആണ് എന്നറിയാമെങ്കിൽ. എന്തായാലും തനിക്കുണം ഇടയ്ക്ക് എന്തായാലും വെളി വരും. സാബുവിൻ്റെ തനിക്കുണം വെളി വന്നായിട്ട് കരുതിയാൽ മതി. എന്തായാലും ശരി.